നമസ്കാരം, ഞാൻ അജിത്. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എക്സൽ സീരീസിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ നമ്മൾ വി ലുക്കപ്പ് ആണ് ചെയ്തത്. അപ്പൊ അത് വി ലുക്കപ്പ് എന്ന് വെച്ചാൽ ലുക്കപ്പ് തന്നെ വെർട്ടിക്കൽ വേർഷൻ ആണ്. ഇന്ന് നമ്മൾ അതിന്റെ ഹൊറിസോണ്ടൽ വേർഷൻ ആയിട്ടുള്ള എച്ച് ലുക്കപ്പ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക, വി ലുക്കപ്പിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം വി ലുക്കപ്പ് നമ്മൾ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പൊ വി ലുക്കപ്പ് കാണാത്തവരാണെങ്കിൽ ആദ്യം വി ലുക്കപ്പ് കാണുക, അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ എച്ച് ലുക്കപ്പ് ആണ് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ നമുക്ക് എച്ച് ലുക്കപ്പ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വി ലുക്കപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എച്ച് ലുക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് ചിലർക്ക് വരും. ഇത് മാറ്റാനായിട്ട് വളരെ ചെറിയൊരു ഡാറ്റ വെച്ചിട്ട് ആ ഡാറ്റ ഏത് അലൈൻമെന്റിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ വി ലുക്കപ്പും ഏത് അലൈൻമെന്റിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ എച്ച് ലുക്കപ്പും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ രണ്ട് ടേബിൾ ഉണ്ട്, ടേബിൾ നമ്പർ 1, ടേബിൾ നമ്പർ 2. രണ്ട് ടേബിളിലെയും ഡാറ്റ സെയിം ആണ്, പക്ഷെ നമ്മൾ ആ ടേബിളിൽ ഡാറ്റ അറേഞ്ച് ചെയ്തത് രണ്ട് ഡിഫറെന്റ് വേയിലാണ്. ഇവിടെ നമ്മൾ കോളം വൈസ് ആണ് ഡാറ്റ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു 10 കുട്ടികളുടെ 3 സബ്ജക്റ്റിലുള്ള മാർക്സ് ആണ്. അപ്പോൾ കുട്ടികളുടെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, സബ്ജക്ട്സ് 3 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കോളം നോക്കി കഴിഞ്ഞാൽ, ഇപ്പം റോൾ നമ്പർ എന്നുള്ളൊരു കോളം നോക്കി കഴിഞ്ഞാൽ റോൾ നമ്പറിന്റെ താഴെയുള്ള കോളത്തിലാണ് എല്ലാ റോൾ നമ്പറും നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നാൽ സെക്കൻഡ് ടേബിളിൽ നോക്കിക്കേ, റോൾ നമ്പറിനുള്ള റോന്റെ അഗെയിൻസ്റ്റ് ആണ് നമ്മൾ എല്ലാ റോൾ നമ്പറും കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ടേബിൾ, അതായത് സെക്കൻഡ് ടേബിൾ റോ വൈസ് അലൈൻ ചെയ്തിട്ടുള്ളതാണ്, ഫസ്റ്റ് ടേബിൾ നമ്മൾ കോളം വൈസ് അലൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ, കോളം വൈസ് വരുമ്പോഴാണ് നമ്മൾ വി ലുക്കപ്പ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഈ ഫസ്റ്റ് ടേബിളിന്റെ റിസൾട്ട് വരാനായിട്ട് ഞാനിവിടെ ചെറിയൊരു ടേബിൾ പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നമ്മളിവിടെ ഏത് റോൾ നമ്പർ അടിച്ചു കൊടുത്താലും ആ കുട്ടിയുടെ പേരും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ ആ കുട്ടിക്ക് കിട്ടിയ മാർക്കും നമുക്കിവിടെ വരണം. നമുക്ക് ആദ്യം വി ലുക്കപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ വി ലുക്കപ്പിന്റെ ഫോർമുല എന്താ? ഈക്വൽ ടു വി ലുക്കപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്കപ്പ് വാല്യൂ എന്താണ്? ലുക്കപ്പ് വാല്യൂ റോൾ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ റോൾ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യാത്തതുകൊണ്ട് ഈ ഫോർമുല കഴിഞ്ഞാലും ഇതിൽ എറർ ആയിരിക്കും വരിക. നമ്മൾ റോൾ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഇവിടെ പേര് വരിക. അപ്പോൾ നമ്മൾ ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമ്മുടെ യൂണീക്ക് വാല്യൂ ആയിട്ടുള്ള റോൾ നമ്പർ കൊടുക്കുന്നു, ടേബിൾ വരെ. അപ്പോൾ നമ്മൾ റോൾ നമ്പർ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ആ ടേബിൾ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കോമിട്ട് കൊടുക്കുന്നു. അടുത്തത് കോളം ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നെയിം ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ലുക്കപ്പ് വാല്യൂ അല്ലെങ്കിൽ യുണീക്ക് വാല്യൂ തൊട്ട് റൈറ്റിലേക്കാണ് നമ്മൾ എണ്ണി തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് കോളം റോൾ നമ്പർ, സെക്കൻഡ് കോളാണ് നെയിം വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നു, കോളം ഇൻഡെക്സ് നമ്പർ 2 ഇട്ട് കൊടുക്കുന്നു. എക്സാക്ട് മാച്ച് വേണോ അതോ അപ്രോക്സിമേറ്റ് മാച്ച് മതിയോ നോക്കുന്നു. നമ്മൾ എക്സാക്ട് മാച്ച് തന്നെ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. എന്തായാലും എററേ വരുള്ളൂ, കാരണം നമ്മളിവിടെ റോൾ നമ്പർ കൊടുത്തിട്ടില്ല, യൂണിക് വാല്യൂ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ആദ്യം ഇതിലെ നമുക്ക് ആവശ്യമുള്ള ഫീൽഡ്സ് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ ലുക്കപ്പ് വാല്യൂ ഫ്രീസ് ചെയ്യുന്നു. അതിന് നമ്മൾ F4 അടിച്ച് അത് ഫ്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ടേബിള് മൊത്തം നമുക്ക് എല്ലാ പ്രാവശ്യവും വി ലുക്കപ്പ് ചെയ്യുമ്പോഴും സെയിം ടേബിൾ തന്നെ ആയിരിക്കണം. അപ്പോൾ ടേബിളും കൂടെ നമ്മളൊന്ന് ഫ്രീസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മൾ ഇതേ ഫോർമുല റൈറ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോർമുല കോപ്പി ചെയ്യാനായിട്ട് ഈ കോളം കോപ്പി കൊടുത്ത് നെക്സ്റ്റ് സെല്ലിൽ ഒന്ന് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് Ctrl+R അടിച്ചാൽ മതി. Ctrl+R ഒരുമിച്ച് അടിക്കണം. Ctrl+R അടിച്ചു കഴിഞ്ഞാൽ ഇതേ ഫോർമുല ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം, ഇവിടുത്തെ കോളം ഇൻഡെക്സ് നമ്പർ 2 തന്നെയാണ് നടക്കുന്നത്, കാരണം നമ്മൾ ഈ ഫോർമുലയാണ്, ഈ നെയിം എന്നുള്ള ഫോർമുലയാണ് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത്. അപ്പൊ നമ്മുടെ കോളം ഇൻഡെക്സ് നമ്പർ വരുന്നത് എത്രയാ? റോൾ നമ്പർ 1, നെയിം 2, ഫിസിക്സ് 3, 4 കെമിസ്ട്രി, 5 മാത്തമാറ്റിക്സ്. നമുക്ക് 5 ആണ് ഇവിടെ വേണ്ടത്, മാത്തമാറ്റിക്സ് 5 ആണ്. അപ്പൊ നമ്മൾ ഈ 2 മാറ്റിയിട്ട് 5 ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ ഈ 10ൽ ഏത് റോൾ നമ്പർ അടിച്ചു കൊടുത്താലും ആ കുട്ടിയുടെ പേരും മാത്തമാറ്റിക്സിൽ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള മാർക്കും ഇവിടെ പോപ്പുലേറ്റ് ആയിട്ട് വരും. നമുക്ക് നോക്കാം, നമുക്കിപ്പം ഇത് നോക്കാം, 1006 അടിച്ചു നോക്കാം. കണ്ടോ, ഇവിടെ 1006 വർഷയ്ക്ക് മാത്തമാറ്റിക്സിൽ എത്രയാണ്? 39 മാർക്സ്. ഇത് കോളം വൈസ് അലൈൻ ചെയ്തൊരു ഡാറ്റയിൽ നമ്മൾ വി ലുക്കപ്പ് ചെയ്തിട്ട്, വി ലുക്കപ്പിൽ നമ്മൾ കൊടുക്കുന്നത് കോളം ഇൻഡെക്സ് നമ്പർ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വി ലുക്കപ്പും എച്ച് ലുക്കപ്പും ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് ആണ്, വി ലുക്കപ്പിൽ നമ്മൾ കൊടുക്കുന്നത് കോളം ഇൻഡെക്സ് നമ്പർ, അതായത് നമ്മുടെ യുണീക്ക് വാല്യൂ ഫസ്റ്റ് കോളം,
അത് കഴിഞ്ഞിട്ട് എത്രാമത്തെ കോളമാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ കൊടുക്കുക. ആ കോളത്തിന്റെ നമ്പർ നമ്പർ ചെയ്യാം. യൂണിക് വാല്യൂ ഒന്നാമത്തെ കോളം, സെക്കൻഡ് കോളം നെയിം, തേർഡ് കോളം ഫിസിക്സ്, ഫോർത്ത് കോളം കെമിസ്ട്രി, ഫിഫ്ത്ത് കോളം മാത്തമാറ്റിക്സ്. നമ്മൾ അതനുസരിച്ചിട്ടാണ് ഇവിടെ ഇൻഡെക്സ് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടത് നെയിം ആയിരുന്നു, നമ്മൾ ഇൻഡെക്സ് നമ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 2 ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് മാത്തമാറ്റിക്സിലുള്ള മാർക്കാണ്, അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് നമ്പർ 5 ആണ്. അതായത് ഇവിടെ കാണാം മാത്തമാറ്റിക്സ് 5 ആണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ കൂടി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. 1008 എന്താണ്? അമലിന് മാത്തമാറ്റിക്സിൽ 27 മാർക്സ്. ഇത് VLOOKUPന്റെ എക്സാമ്പിൾ ആണ്. ഇത് കോളം വൈസ് അലൈൻ ചെയ്ത ഡാറ്റ ആയതുകൊണ്ടാണ് നമ്മൾ VLOOKUP ചെയ്തത്. ഇനി നമുക്ക് HLOOKUPലേക്ക് പോകാം. ഇവിടെ നോക്കുക, നമുക്ക് റോ വൈസ് ആണ് ഡാറ്റ അലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ VLOOKUP ചെയ്ത് കഴിഞ്ഞാൽ കോളം ഇൻഡെക്സ് നമ്പർ ആണ് നമ്മൾ ഇവിടെ ഏത് വാല്യൂ ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിന്റെ കോളം ഇൻഡെക്സ് ആണ് നമ്മൾ VLOOKUPൽ കൊടുക്കുക. ഇവിടെ കോളം ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ കിട്ടില്ല. കാരണം എന്താ? ഓരോ കോളത്തിലും കിടക്കുന്നത് ഡിഫറെന്റ് വാല്യൂസ് ആണ്. റോ വൈസ് ആണ് നമ്മുടെ യുണീക്ക് വാല്യൂ അല്ലെങ്കിൽ പേര്, ഫിസിക്സിന്റെ മാർക്ക്, കെമിസ്ട്രിയുടെ മാർക്ക്, മാത്തമാറ്റിക്സിന്റെ മാർക്ക് ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ HLOOKUP ചെയ്യുന്നു. ലുക്കപ്പിന്റെ തന്നെ വെർട്ടിക്കൽ വേർഷൻ ആണ് VLOOKUP, അതിന്റെ ഹൊറിസോണ്ടൽ വേർഷൻ ആണ് HLOOKUP. HLOOKUP ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. VLOOKUP പഠിച്ച ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് HLOOKUP ചെയ്യാം. ചെറിയ രണ്ട് കാര്യങ്ങൾ മാറ്റിയാൽ മതി. നമുക്ക് ആദ്യം ഫോർമുല നോട്ടാക്കാം. ഈക്വൽ ടു VLOOKUPന് വരെ നമ്മളിവിടെ HLOOKUP കൊടുക്കുന്നു. ലുക്കപ്പ് വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും ലുക്കപ്പ് വാല്യൂ, യൂണിക് വാല്യൂ, റോൾ നമ്പർ കൊടുക്കുന്നു. ടേബിൾ ഏതാണ്? റോൾ നമ്പർ തൊട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യൂണിക് വാല്യൂ തൊട്ടുള്ള ടേബിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, കോമ ഇടുന്നു. ഇവിടെ കണ്ടില്ലേ, നേരത്തെ നമ്മളോട് കോളം ഇൻഡെക്സ് നമ്പർ ആണ് ചോദിച്ചത്, ഇവിടെ റോ ഇൻഡെക്സ് നമ്പർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ റോ ഇൻഡെക്സ് നമ്പർ എങ്ങനെ എണ്ണുക? നമ്മൾ കോളത്തിൽ എങ്ങനെയാണ് ചെയ്തത്? നമ്മുടെ യൂണിക് വാല്യൂവിന്റെ കോളം 1, അത് കഴിഞ്ഞ് 2, 3 അങ്ങനെയാണ് എണ്ണിയത്. ഇവിടെ നേരെ തിരിച്ച് യൂണിക് വാല്യൂ വരുന്ന റോ 1, അതായത് ഈ റോ 1 ഒരു മിനിറ്റ് നമുക്കത് കൊടുക്കാം. ഈ റോ 1, താഴത്തെ റോ 2, ഫിസിക്സിന്റെ മാർക്ക് 3, കെമിസ്ട്രിയുടെ മാർക്ക് 4, മാത്തമാറ്റിക്സിന്റെ മാർക്ക് 5. നമ്മൾക്ക് ഇവിടെ കൊടുക്കേണ്ടത് റോന്റെ ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു HLOOKUP, റോൾ നമ്പർ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, യുണീക്ക് വാല്യൂ അത് റോൾ നമ്പർ ആണ്, ടേബിൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്നു, കോമിറ്റ് കൊടുക്കുന്നു. ഇൻഡെക്സ് നമ്പർ, റോ ഇൻഡെക്സ് നമ്പർ എത്രയാ? നെയിം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് 1, 2, രണ്ടാമത്തെ റോ ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. 1, 2 കൊടുക്കുന്നു. അപ്രോക്സിമേറ്റ് മാച്ച് വേണോ, എക്സാക്ട് മാച്ച് വേണോ? നമ്മൾ എക്സാക്ട് മാച്ച് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. എറർ ആയിരിക്കും വരിക, കാരണം നമ്മളിവിടെ യൂണിക് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് നമുക്ക് ഫ്രീസ് ചെയ്ത് വയ്ക്കാം. F4 അടിച്ചത് ഫ്രീസ് ചെയ്യുന്നു. അതുപോലെ ടേബിളും കൂടെ നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. നമ്മൾ അതേ ഫോർമുല താഴോട്ട് കോപ്പി ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്യാനായിട്ടാണെങ്കിൽ Ctrl+R ചെയ്താൽ മതി. തൊട്ട് താഴെയുള്ള, അതായത് മുകളിലത്തെ സെല്ലിലുള്ള ഫോർമുല താഴോട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് Ctrl+D അടിച്ചു കഴിഞ്ഞാൽ താഴോട്ട് പേസ്റ്റ് ആവും. ഇവിടെ നോക്കുക, മാത്തമാറ്റിക്സിന്റെ ഇൻഡെക്സ് നമ്പർ എത്രയാണ്? 5 ആണ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഈ 2 എന്നുള്ളത് മാറ്റി 5 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ ഏത് റോൾ നമ്പർ അടിച്ചാലും നമുക്ക് ആ സ്റ്റുഡൻറ്റിന്റെ നെയിമും മാത്തമാറ്റിക്സിലുള്ള മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് 1003 തന്നെ അടിച്ചു നോക്കാം. നമുക്ക് ബിനീഷാണ് 1003 ഉള്ള മാർക്ക് 37 ആണ്. ഒരെണ്ണോടി ചെയ്ത് നോക്കാം. 1010 ചെയ്ത് നോക്കാം. പേര് വരുന്നു ബിജോയ്, മാർക്ക് 35. അപ്പം ഇതാണ് VLOOKUPും HLOOKUPും നമ്മൾ ഏത് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഡാറ്റ കോളം വൈസ് ആണോ റോ വൈസ് ആണോ അലൈൻ ചെയ്ത് കിടക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാവണം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാം. VLOOKUPും HLOOKUPും ചെയ്യുമ്പോൾ ആകെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, കോളം ഇൻഡെക്സ് നമ്പർ ആണ് VLOOKUPിൽ കൊടുക്കുക, റോ ഇൻഡെക്സ് നമ്പർ ആണ് HLOOKുവിൽ നമ്മൾ കൊടുക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് VLOOKUP ചെയ്യുമ്പോൾ യൂണീക്ക് വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു സാധനം നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടില്ല. HLOOKUP ആകുമ്പോൾ യൂണീക്ക് വാല്യൂവിന്റെ മുകളിലുള്ള ഒരു സെല്ലും, അതായത് ഇപ്പോൾ റോൾ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ സീരിയൽ നമ്പർ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടില്ല. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എക്സലിന്റെയും അക്കൗണ്ടിങ്ങിന്റെയും ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.